വൺ പീസ് ചാപ്റ്റർ 1174 ഒരു ബ്രീഫ് സ്പോയിലേഴ്സ് വന്നിട്ടുണ്ട്. അറിഞ്ഞത് വെച്ചൊരു വലിയ റിവീൽ ഈ ചാപ്റ്ററിൽ നടക്കുന്നുണ്ട്. സോ നമുക്ക് അധികം വൈകാതെ ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്ററിന്റെ പേരാണ് ദി സ്ട്രോങ്ങസ്റ്റ് ഇൻ ദ വേൾഡ്. കവർ സ്റ്റോറിയിൽ ഗോൾഡ് റോജർ ഒരു ടീറക്സും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ സമേഴ്സിന്റെ വിവരക്കേട് കാരണം പിള്ളേരെ തട്ടിക്കൊണ്ടു പോകാൻ വെച്ചിരുന്ന ഷിപ്പ് തകർന്നുപോയി. ഇമാതിരി കെയർലെസ് ആയിട്ടുള്ള മിസ്റ്റേക്സ് ഒക്കെ സമേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഇനിയും ഉണ്ടായാൽ ടെനെ കൊന്നതുപോലെ ഇമു സമേഴ്സിനും കൊല്ലാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കപ്പൽ മുങ്ങിയിട്ടും ഹാർബറിലേക്ക് പിള്ളേര് പയ്യെ ആ ആരോയുടെ ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷിപ്പ് ഡിസ്ട്രോയ്ഡ് ആയ സ്ഥലത്ത് ഒരു വലിയ കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ആ കുഴിയിലേക്കാണ് ഈ പിള്ളേർ നടന്നു നീങ്ങുന്നത്. ഇവർ ഈ പോക്ക് പോയാൽ മരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടും ഇവർ മരിച്ചാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോൾ മറ്റൊരു സെറ്റ് പിള്ളേരെ കിഡ്നാപ്പ് ചെയ്യാം എന്ന് സമേഴ്സ് പറയുന്നുണ്ട്. സമേഴ്സിന്റെ കോൺഫിഡൻസ് കണ്ടാത്തൊന്നും ജയാൻസ് ഇവരൊക്കെ അങ്ങ് വെറുതെ വിടുന്നു. റിപ്ലിയും ബാക്കി കുട്ടികളുടെ ഫാമിലി മെമ്പേഴ്സും ഇവരെ തടയാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പോകുന്നതിന് തൊട്ട് മുമ്പ് റിപ്ലിയും ബാക്കി ഫാമിലി മെമ്പേഴ്സും അവരുടെ പിള്ളേരെ അവസാനമായിട്ടൊന്ന് കെട്ടിപ്പിടിക്കുകയാണ്. പിള്ളേരങ്ങനെ കടലിലേക്ക് വീഴുകയാണ്. പക്ഷെ പെട്ടെന്ന് ലൂക്കി വന്നിട്ട് അവരെ സേവ് ചെയ്യുകയാണ്. ലൂക്കി പെട്ടെന്നൊരു വലിയ ബ്ലാക്ക് ഡ്രാഗണായി മാറി വീണുകൊണ്ടിരിക്കുന്ന എല്ലാ പിള്ളേരെയും രക്ഷിച്ചു. ലൂക്കിന്റെ ഡെൽ ഫ്രൂട്ടിന്റെ പേരെന്താന്ന് ഈ ചാപ്റ്റർ റിവീൽ ആവുന്നില്ല. ലൂഫിന്റെ ഗിയർ 5 ഫോമിലും റാഗ്നിയർ പുള്ളിന്റെ അണ്ണാരക്കണ്ണന്റെ ഫോമിലും ലൂക്കിയുടെ തലയിലിരിക്കുന്നുണ്ട്. ഇവര് 3 പേരും കൂടെ നൈറ്റ്മെയർ മോൺസ്റ്റേഴ്സിനെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് കാണിച്ചാണ് ചാപ്റ്റർ തീരുന്നത്. പിന്നെ ഒരു സാഡ് ന്യൂസ് ഉണ്ട്, അടുത്ത ആഴ്ച ബ്രേക്ക് ആണ്. സോ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഫുൾ ചാപ്റ്റർ ആകുമ്പോൾ അതിന്റെ റിവ്യൂല് കാണാം. അതുവരെ പീസ്.